Hi everyone, Assalamu alaikum. This is Biju Fahima here. Welcome back to another video. ഇന്ന് ഉണ്ടാക്കുന്നത് വീട്ടിൽ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന എൽഡേഴ്സിനും കിഡ്സിനും ഒരുപോലെ ഇഷ്ടമുള്ള ടൊമാറ്റോ സോസ് ആണ്. പ്രിസർവേറ്റീവ്സോ ആർട്ടിഫിഷ്യൽ കളേഴ്സൊന്നും ചേർക്കാണ്ട് നാച്ചുറൽ വേ ആണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. ടൊമാറ്റോ സോസ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 1 കിലോ തക്കാളി എടുത്തിട്ടുണ്ട്. വീട്ടിൽ ഒരേ സമയം കൂടുതലായിട്ട് തക്കാളി ഉണ്ടായപ്പോഴാണ് സോസ് ആക്കി വെക്കാമെന്ന് വിചാരിച്ചത്. സോസ് ഉണ്ടാക്കുമ്പോൾ നല്ല ചുവന്ന തക്കാളി എടുക്കാൻ ശ്രദ്ധിക്കണം. ഇനി ഓരോ തക്കാളിയും ഞാൻ ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ കട്ട് ചെയ്തെടുക്കാം. ഇനി ഈ കട്ട് ചെയ്ത തക്കാളി ഒരു പ്രഷർ കുക്കറിലേക്ക് മാറ്റുന്നുണ്ട്. കൂടെ തന്നെ ഒരു വലിയ സൈസ് ബീട്രൂട്ടിൻ്റെ 1/4 ഭാഗം കട്ട് ചെയ്തതും കൂടി ചേർക്കുന്നുണ്ട്. സോസിന് നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയാണ് ബീട്രൂട്ട് ആഡ് ചെയ്യുന്നത്. ഇനി ഫ്ലേവറിന് വേണ്ടിയിട്ട് 6 വെളുത്തുള്ളിയും 3 ഗ്രാമ്പൂ 2 കഷ്ണം പട്ടയും ചേർക്കുന്നുണ്ട്. ഇതൊന്നും കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. കൂടിപ്പോയാൽ ഓവറായിട്ടൊരു കുത്തൽ ഫീൽ ചെയ്യും. 3/4 കപ്പ് വെള്ളം ഒഴിച്ച് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നവരെ കുക്ക് ചെയ്യാം. അങ്ങനെ പ്രഷറെല്ലാം പോയി നന്നായിട്ട് ചൂടാറിയിട്ടുണ്ട്. ഇനി ഇത് മിക്സറിൽ അടിച്ചെടുക്കണം. അതിനു മുമ്പ് നേരത്തെ ഫ്ലേവറിന് വേണ്ടിയിട്ടിട്ട് ഗ്രാമ്പൂവും പട്ടയെല്ലാം എടുത്ത് മാറ്റണം. ഇനി മിക്സറിലേക്ക് വെള്ളത്തോട് കൂടെ തന്നെ കുറച്ചായിട്ടിട്ട് ബ്ലെൻഡ് ചെയ്തെടുക്കാം. നന്നായിട്ട് ചൂടാറിയതിന് ശേഷം മാത്രമാണ് മിക്സറിലേക്ക് ആഡ് ചെയ്യേണ്ടത്. അല്ലാതെ ചൂടോടുകൂടി ബ്ലെൻഡ് ആകുമ്പോൾ പുറത്ത് കറിക്കാനുള്ള ചാൻസ് ഉണ്ട്. ഈ അരച്ചെടുത്ത മിക്സ് ഒരു പാത്രത്തിലേക്ക് സ്ട്രെയിൻ ചെയ്ത് പൾപ്പ് മാത്രം എക്സ്ട്രാക്ട് ചെയ്തെടുക്കണം. ലാസ്റ്റ് ഇതുപോലെ തക്കാളിൻ്റെ സീഡ് മാത്രമാണ് ഉണ്ടാവാൻ കംപ്ലീറ്റ് സ്ട്രെയിൻ ചെയ്താൽ. ഇനി ഇതിലേക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്ത് സോസിൻ്റെ കൺസിസ്റ്റൻസിയിൽ കുറുക്കിയെടുക്കണം. അതിന് പറ്റി നല്ല കട്ടിയുള്ള ഗ്യാസിൽ വെക്കാൻ പറ്റുന്ന പാത്രത്തിലേക്കാണ് ഞാൻ ഓൾറെഡി സ്ട്രെയിൻ ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി ഫ്ലെയിം ഓൺ ചെയ്ത ശേഷം 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർക്കാം. ഇത് ഓരോരാളുടെ ടേസ്റ്റ് പ്രിഫറൻസ് പോലെ ചേർക്കാം. ഞാനിവിടെ ഉണ്ടായ നാടൻ തക്കാളി അധികം പുളി ഇല്ലാത്തതുകൊണ്ട് കുറച്ച് പഞ്ചസാര ചേർത്തത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 5 ടേബിൾ സ്പൂൺ വരെ ചേർക്കാം. നോക്കിയിട്ട് ചേർത്താൽ മതി. ആദ്യം തന്നെ കുറേ അധികം ചേർത്താൽ കുറുകി വരുമ്പോൾ ഓവറായി പോവും. അപ്പോൾ സോസിൽ സ്വീറ്റ് ടേസ്റ്റ് മുമ്പിട്ട് നിൽക്കാത്ത രീതിയിൽ വേണം ചേർക്കാൻ. 2 ടേബിൾ സ്പൂൺ വിനെഗറും ചേർക്കുന്നുണ്ട്. സോസ് നമുക്ക് സാധാരണ ഷോപ്പിലെല്ലാം കിട്ടുന്ന ആ ഒരു പുളി ടേസ്റ്റ് കിട്ടാനാണ് വിനെഗർ ചേർക്കുന്നത്. അതുപോലെ പെട്ടെന്ന് മോശമാവില്ല വിനെഗർ ചേർത്താൽ. ഇനി സോസ് നല്ലൊരു കളർ കിട്ടാനും ചെറിയൊരു സ്പൈസ്നെസ്സിനും വേണ്ടി 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും മൊത്തത്തിൽ ടേസ്റ്റ് ബാലൻസ് ആവാൻ 1/2 ടീസ്പൂൺ ഉപ്പും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇത് ഇടയ്ക്കിടെ ഇളക്കിക്കൊണ്ടിരിക്കണം. പഞ്ചസാര ചേർത്തുകൊണ്ട് പെട്ടെന്ന് അടിക്ക് പിടിക്കും. അതുകൊണ്ട് നല്ല കട്ടിയുള്ള പാത്രം തന്നെ എടുക്കണം. ഇതുപോലെ വുഡൻ സ്പൂൺ എടുക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് കുറുകി വന്നിട്ടുണ്ട്. സോസിൻ്റെ കൺസിസ്റ്റൻസി കറക്റ്റ് ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ഇതുപോലെ ഒരു പ്ലേറ്റിൽ ഡ്രോപ്പ് ചെയ്തിട്ട് കുറച്ച് സെക്കൻഡ്സ് വെച്ചിട്ട് ഇങ്ങനെ താഴോട്ടേക്ക് സ്ലൈഡ് ചെയ്താൽ വെള്ളമൊന്നും ഇല്ലാണ്ട് ഇതുപോലെ തിക്കായാൽ കറക്റ്റ് കൺസിസ്റ്റൻസി ആണ്. ഇനി ഫ്ലെയിം ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. കംപ്ലീറ്റ് കൂളായാൽ കുറച്ചുകൂടി തിക്ക് ടെക്സ്ചർ ആവും. നന്നായിട്ട് ചൂടായതിനു ശേഷം മാത്രമാണ് ഗ്ലാസ് ബോട്ടിലിൽ ഫില്ല് ചെയ്ത് സ്റ്റോർ ചെയ്യേണ്ടത്. അതുപോലെ ഗ്ലാസ് ബോട്ടിൽ ക്ലീൻ ചെയ്ത് ഡ്രൈ ആക്കിയതിന് ശേഷം മാത്രമാണ് ഫില്ല് ചെയ്യേണ്ടത്. അല്ലെങ്കിൽ പെട്ടെന്ന് മോശമാവും. നമ്മൾ അധികമായിട്ട് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാണ്ട് ഫ്രിഡ്ജിൽ വെച്ച് 1 മാസം വരെ യൂസ് ചെയ്യാം. ബോട്ടിലേക്ക് ഒഴിക്കുമ്പോൾ ഇതുപോലെ ഒരു ഫണൽ വെച്ചിട്ട് ഒഴിക്കുന്നതാണ് എളുപ്പം. അപ്പോൾ 2 കുപ്പിയിലായിട്ടാണ് സോസ് കിട്ടിയിട്ടുള്ളത്. കണ്ടില്ലേ, നല്ല ടേസ്റ്റി ആയിട്ടുള്ള ടൊമാറ്റോ സോസ് ചെറിയ എക്സ്പെൻസിൽ ആർക്കും ആണെങ്കിലും ട്രൈ ചെയ്യാം. ഇതിൻ്റെ കൂടെ സെർവ് ചെയ്ത് ഇന്ത്യൻ കോഫി ഹൗസ് സ്റ്റൈൽ കട്ട്ലറ്റ് റെസിപ്പി ഞാൻ ഓൾറെഡി ഷെയർ ചെയ്തതാണ്. കുറേ ആൾക്കാർ ട്രൈ ചെയ്തിട്ട് നല്ല ഫീഡ്ബാക്ക്സ് പറഞ്ഞിട്ടുമുണ്ട്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിലോ അല്ലെങ്കിൽ എൻ്റെ ഇൻസ്റ്റാഗ്രാം ID ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്, അതിലോ മെസ്സേജ് ചെയ്യണം. ഈ ഒരു ചാനൽ ആദ്യമായിട്ട് കാണുന്നതാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. റെസിപ്പീസിൽ ഇഷ്ടമാകുന്നെങ്കിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിയിൽ ഷെയർ ചെയ്യണം. അടുത്തൊരു വീഡിയോ ആയി വരുന്നത് വരെ കീപ് വാച്ചിങ്. ബൈ.